നമസ്കാരം. KFCയുടെ 32ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ പറയുന്നത് മിസലേനിയസ് സബ്ജക്റ്റ് ആണ്. പലവക വിഷയങ്ങൾ. ചാപ്റ്റർ 13. അപ്പം അതിൽ ആദ്യം പറയുന്നത് നമ്മൾ ഈ ചെലവുകളെ മൂലധന ചെലവുകളെന്ന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും തരംതിരിച്ചിട്ടുണ്ട്. അപ്പം അതിനെ സംബന്ധിച്ചാണ് ആദ്യം പറയുന്നത്. ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ ഈ റവന്യൂ എക്സ്പെൻഡിച്ചർ അഥവാ റവന്യൂ ചെലവ് എന്ന് പറയുന്നത് ശരിക്കും സർക്കാരിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ അല്ല ഡേ ടു ഡേ വർക്കുകൾ സുഗമമായി നടത്തുന്നതിനായി നടത്തുന്ന ചെലവുകളെയാണ് റവന്യൂ ചെലവ് എന്ന് പറയുന്നത്. ഈ റവന്യൂ ചെലവുകൾ ഒരിക്കൽ പോലും സർക്കാരിൻ്റെ ആസ്തികൾ വർദ്ധിപ്പിക്കുകയോ ബാധ്യതകൾ കുറയ്ക്കുകയോ ചെയ്യുന്നില്ല. ഇത് ശരിക്കും ഒരു റക്കറിങ് എക്സ്പെൻഡിച്ചറാണ് എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചുള്ള ചെലവാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് റവന്യൂ എക്സ്പെൻഡിച്ചറിൽ വരുന്നത് ഉദാഹരണം പറഞ്ഞുതരാം. സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. ഓഫീസുകളുടെ പ്രവർത്തന ചെലവുകൾ, കറണ്ട്, വെള്ളം, സ്റ്റേഷനറി എക്സെട്ര, അതും റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. വായ്പകൾക്ക് പലിശ നൽകുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികൾക്കുള്ള സബ്സിഡി കൊടുക്കുക, അതും റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അഥവാ മൂലധന ചെലവുകൾ. അതെന്താന്ന് വെച്ചാൽ ഭാവിയിൽ വരുമാനം ഉണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ വികസനത്തിന് ഉപകരിക്കുന്നതിനു വേണ്ടി നടത്തുന്ന വലിയ നിക്ഷേപങ്ങളെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇത് പുതിയ അസറ്റ് അല്ലെങ്കിൽ ആസ്തികൾ സൃഷ്ടിക്കുന്നതിനോ അല്ലെങ്കിൽ സർക്കാരിന്റെ ബാധ്യതകൾ കുറയ്ക്കുന്നതിനോ സഹായിക്കുന്നു. ഇത് ശരിക്കും നോൺ റെക്കറിംഗ് ആണ്, ആവർത്തിച്ചുള്ളവയല്ല. ദീർഘകാലത്തേക്ക് ലോങ് ടേമിൽ ഗുണം നൽകുന്നതാണ്. ഇപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞാൽ പുതിയ റോഡുകൾ, പാലങ്ങൾ, ഹൈവേകൾ, ഇവയുടെ നിർമ്മാണം, സർക്കാർ കെട്ടിടങ്ങൾ, ആസ്പത്രികൾ, സ്കൂളുകൾ പണിയുന്നത്, യന്ത്രസാമഗ്രികൾ വാങ്ങുന്നത്, വിദേശ വായ്പകളുടെ തിരിച്ചടവ്, ഇതൊക്കെ നമ്മൾ ആ രീതിയിൽ പറയുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് രണ്ട് എക്സ്പെൻഡിച്ചറിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും. ഇനി ഒരു പ്രൊജക്റ്റിന്റെ ആദ്യത്തെ നിർമ്മാണത്തിലേക്കും അതിന്റെ ആവശ്യമായ യന്ത്രസാമഗ്രികൾക്കും വേണ്ടി വരുന്ന ചാർജുകൾ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ വരുന്നത്. അതിന് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് എക്സാമ്പിൾസ് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആയി കാര്യങ്ങൾ. ഇനി നമ്മൾ ഇത് ഈ ചാപ്റ്ററിൽ മിസലേനിയസ് ആണല്ലോ പറയുന്നത്. അപ്പോൾ ഒരു കണ്ടന്റ് അടുത്ത കണ്ടന്റുമായിട്ട് കണക്ഷൻ ഉണ്ടാവണമെന്നില്ല. ഇനി നമ്മൾ പറയുന്നത് മോട്ടോർ കാറുകളുടെയും മോട്ടോർ ബോട്ടുകളുടെ രജിസ്റ്റർ ഓഫ് മോട്ടോർ കാർസ് ആൻഡ് മോട്ടോർ ബോട്ട്സ്. അപ്പോൾ മോട്ടോർ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ വകുപ്പുകളും, അത് ബോട്ടായിക്കോട്ടെ മറ്റ് കാറുകളായിക്കോട്ടെ, എല്ലാ ഓഫീസുകളും ഫോറം 48, 48A, 49B എന്നിവയിലുള്ള ഒരു രജിസ്റ്റർ സൂക്ഷിക്കേണ്ടതാണ്. ഇനി മറ്റൊന്ന് നമുക്കിനി പറയാനുള്ളത്, ഗവൺമെന്റ് ഭൂമി ഒരു വകുപ്പിൽ നിന്നും മറ്റൊരു വകുപ്പിലേക്ക് കൈമാറുന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഒരു വകുപ്പിന്റെ കൈവശത്തിലുള്ള ഗവൺമെന്റ് ഭൂമി അതിലെ എല്ലാ മെറ്റീരിയൽസും അതിലെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഉൾപ്പെടെ ജില്ലാ കളക്ടറുടെയും റവന്യൂ ബോർഡിന്റെയും ഉത്തരവോടെ താഴെ പറയുന്ന പ്രകാരത്തിൽ, അതിപ്പോൾ കളക്ടറാണെങ്കിൽ ഇന്നത് കൈമാറാവുന്നതാണ്. ഇപ്പൊ 2 ഏക്കർ വരെയാണെങ്കിൽ കളക്ടറുടെ ഉത്തരവിൽ കൈമാറാം. ഒരു വകുപ്പിന്റെ കൈവശത്തിലുള്ള ഗവൺമെന്റ് ഭൂമി, അതാണ് പറയുന്നത് കേട്ടോ, മറ്റൊരു വകുപ്പിന് കൈമാറുന്നതിനെ പറ്റിയാണ്. എന്നാൽ 2 ഏക്കറിന് മുതൽ 5 ഏക്കർ വരെ ആണെങ്കിൽ അത് റവന്യൂ ബോർഡാണ് ഉത്തരവിടേണ്ടത്. ഇത്തരത്തിലാണ് നമ്മൾ ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു ഗവൺമെന്റിന്റെ ഒരു വകുപ്പ് KSEB, KFC തുടങ്ങിയ പോലെയുള്ള അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് ഇത്തരത്തിൽ കൈമാറ്റം നടത്തുമ്പോൾ
പേയ്മെന്റ് പണമായിട്ട് അപ്പോൾ വിലയ്ക്ക് കൊടുക്കുകയാണ് നമ്മൾ അത്തരത്തിലുള്ള. അപ്പോൾ പേയ്മെന്റ് പണമായിട്ട് തന്നെ നൽകേണ്ടതാണ്. KSEBിക്കോ KSFഇക്കോ ഒക്കെ ഇത്തരത്തില് ഒരു വകുപ്പിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ലാൻഡ് കൊടുക്കുന്ന സമയത്ത്. ഇനി നമുക്ക് പറയാനുള്ളത് അടുത്തത് ഇതിനകത്തുള്ള ഒരു കണ്ടന്റ് പ്രൊഫോമ അക്കൗണ്ട് ആണ്. ഈ പ്രൊഫോമ അക്കൗണ്ട് എന്ന് പറയുന്നത് ശരിക്കും കൊമേഴ്സ്യൽ അണ്ടർടേക്കിങ്ങിന്റെ അക്കൗണ്ട്സ് ആണ്. കൊമേഴ്സ്യൽ അണ്ടർടേക്കിങ്ങിന്റെ അക്കൗണ്ട്സ് ആണ്. ഓർ ദ കൊമേഴ്സ്യൽ ടൈപ്പ് ഓഫ് ഗവൺമെന്റ് അണ്ടർടേക്കിംഗ്, അതിന്റെ അക്കൗണ്ട്സ് ആണ് ഈ പ്രൊഫോമ അക്കൗണ്ട് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സർക്കാർ ഓഫീസുകളിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെ നടക്കുന്നു എന്ന് വിലയിരുത്തുന്നതിനും ഭരണപരമായ കാര്യങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനും വേണ്ടി പ്രൊഫോമ അക്കൗണ്ട് ഉപയോഗിക്കാറുണ്ട്. ഇനി അതിന്റെ അത്തരത്തിൽ ഉപയോഗിക്കുമ്പോൾ ഓരോ മാസവും സർക്കാർ ഓഫീസുകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ പുരോഗതി, അവ പൂർത്തീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന സമയം, അളവ്, ഇത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പ്രൊഫോമ അക്കൗണ്ട് സഹായിക്കും. അപ്പോൾ പ്രൊഫോമ അക്കൗണ്ട് പല രീതിയിലുണ്ട്. പ്രധാനമായിട്ടും അക്കൗണ്ട്സ് ഓഫ് എ കൊമേഴ്സ്യൽ അണ്ടർടേക്കിംഗ് ഓഫ് എ ഡിപ്പാർട്ട്മെന്റ് ഈസ് കോൾഡ് പ്രൊഫോമ അക്കൗണ്ട്. ഇനി ട്രഷറി സേവിങ്സ് ബാങ്കിനെ പറ്റിയാണ് അടുത്തത് പറയുന്നത്. ട്രഷറി സേവിങ്സ് ബാങ്ക് സമ്പാദ്യശീലം വളർത്തുക എന്നുള്ളതാണ് ട്രഷറി സേവിങ്സ് ബാങ്കിന്റെ പ്രധാന ഉദ്ദേശം. കറണ്ട് അക്കൗണ്ടിന് സേവിങ്സ് ബാങ്ക് സംവിധാനം ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ SB അക്കൗണ്ടിന്റെ ട്രഷറി സേവിങ്സ് TSBയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് അത് സമ്പാദ്യശീലം വളർത്തുക എന്നുള്ളതാണ്. ഇനി നമ്മൾ പറയുന്ന കണ്ടന്റ് എൻഡോവ്മെന്റ് ഫോർ സ്കോളർഷിപ്സ് ആൻഡ് പ്രൈസസ് ആണ്. അപ്പൊ ഈ എൻഡോവ്മെന്റ് സ്കോളർഷിപ്പുകൾ അത് നമുക്ക് നോക്കാം. ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ആണ് പ്രധാനമായിട്ട് ഒന്നുള്ളത്. ചാരിറ്റബിൾ എൻഡോവ്മെന്റ് സ്കോളർഷിപ്പ്, സമ്മാനങ്ങൾ തുടങ്ങിയവയ്ക്കായിട്ട് നൽകുന്ന തുകകൾ സർക്കാർ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് ഈ എൻഡോവ്മെന്റ് പറയുന്നത്. ഇത്തരത്തിലുള്ള എൻഡോവ്മെന്റുകൾ ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ആക്ട് പ്രകാരമാണ് ശരിക്കും നിയന്ത്രിക്കുന്നത്. അതിന്റെ നിർവഹണം എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ഒരു സ്കോളർഷിപ്പ്, സമ്മാനങ്ങൾ എന്നിവ നൽകുന്നതിന് എൻഡോവ്മെന്റ് ആയി ഉപയോഗിക്കുന്നതിന് ഗവൺമെന്റിന് ഫണ്ട് നൽകാൻ താല്പര്യമുണ്ടെന്ന് ഏതെങ്കിലും വ്യക്തി ഗവൺമെന്റ് ജീവനക്കാരനെ അറിയിക്കുകയാണെങ്കിൽ ജീവനക്കാരൻ മേലുദ്യോഗസ്ഥൻ മുഖേന വിവരം ഗവൺമെന്റിനെ അറിയിക്കേണ്ടതും 1890 ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ആക്ട് പ്രകാരം നടപടിയെടുക്കേണ്ടതുമാണ്. ഇതിന്റെ ചാരിറ്റബിൾ എൻഡോവ്മെന്റുകളുടെ ട്രഷറർ എന്ന് പറയുന്നത് ലോക്കൽ ഫണ്ട് ഓഡിറ്ററാണ്, അല്ലെങ്കിൽ ലോക്കൽ ഫണ്ട് എക്സാമിനർ ആണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതാണ് എൻഡോവ്മെന്റുകളെ പറ്റി പറയാനുള്ളത്. എൻഡോവ്മെന്റുകളുടെ ട്രഷറർ എന്ന് പറയുന്നത് ഡയറക്ടർ ഓഫ് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ആണ്. ഇനി എന്താണ് ഈ ചാരിറ്റബിൾ എൻഡോവ്മെന്റ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഒരു വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം സ്കോളർഷിപ്പിനോ സമ്മാനങ്ങൾക്കോ വേണ്ടി പണം ഒരു പ്രത്യേക ഫണ്ടായിട്ട് മാറ്റിവെക്കുന്നു. ഈ തുക നേരിട്ട് ചെലവാക്കാതെ അതിൽ നിന്ന് ലഭിക്കുന്ന പലിശയോ വരുമാനമോ ഉപയോഗിച്ചാണ് സ്കോളർഷിപ്പ് മറ്റും നൽകുന്നത്. അപ്പൊ നമ്മൾ ഇത്തരത്തിൽ സാധാരണ സ്കൂളുകളിലൊക്കെ ചെയ്യാറുണ്ട്, അതിന്റെ മാനേജ്മെന്റ് ബോഡിയൊക്കെ ചെയ്യാറുണ്ട്. അതായത് ഒരു പ്രത്യേക ഏതെങ്കിലും ഒരു വീട്ടുകാർ അവരുടെ അച്ഛൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്മരണാർത്ഥം എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ എമൗണ്ട്, അപ്പൊ സപ്പോസ് ഒരു 50,000 രൂപ
എൻഡോവ്മെന്റ് ആയിട്ട് തന്നാൽ ആ 50,000 രൂപ എവിടെയെങ്കിലും ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത് ഓരോ വർഷവും അതിൽ നിന്ന് ലഭിക്കുന്ന പലിശ ഉപയോഗിച്ച് നമ്മൾ സ്കോളർഷിപ്പുകളും മറ്റും സമ്മാനങ്ങൾ അല്ലെ സ്കോളർഷിപ്പുകളും മറ്റും നൽകുന്ന ഈ രീതിക്കാണ് നമ്മൾ എൻഡോവ്മെന്റ് സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സർക്കാരിന്റെ ഇതിൽ പ്രകാരമാണെങ്കിൽ സർക്കാർ ഒരു ട്രഷററെ നിയമിക്കുന്നുണ്ട്. എൻഡോവ്മെന്റ് കൈകാര്യം ചെയ്യാൻ വേണ്ടി സർക്കാർ ഒരു ട്രഷററെ നിയമിക്കുന്നുണ്ട്. ഇനി അടുത്തത് പറയുന്നത് വാല്യുബിൾ ഡോക്യുമെന്റ്സിന്റെ കസ്റ്റഡിയെ കുറിച്ചാണ്. വാല്യുബിൾ ഡോക്യുമെന്റ്സിന്റെ കസ്റ്റഡി എന്ന് പറയുന്നത് ഗവൺമെന്റ് കക്ഷിയായിട്ടുള്ളതും ഗവൺമെന്റ് താല്പര്യങ്ങളെ ബാധിക്കുന്നതുമായിട്ടുള്ള ഈടുകൾ, അതായത് ഗവൺമെന്റ് വാങ്ങിയിട്ടുള്ള കെട്ടിടത്തിന്റെ പ്രമാണങ്ങൾ, വ്യക്തികൾ എൻഡോ എന്ന നിലയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ബോണ്ടുകൾ, ഇത്തരത്തിലുള്ളത് ഓഫീസ് മേധാവിയുടെ കൈവശമുള്ളതുമായ രേഖകൾ അവ സുരക്ഷിത കസ്റ്റഡിയിലേക്കായി ചീഫ് സെക്രട്ടറിക്ക് അയച്ചു കൊടുക്കേണ്ടതും അതിന്റെ ഓഫീസ് കോപ്പി മാത്രം അത്യാവശ്യ റെഫറൻസിനായിട്ട് സൂക്ഷിക്കേണ്ടതുമാണ്. ഇനി മറ്റൊന്ന്, കരാറുകൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഉടമ്പടികളാണെങ്കിൽ, ഇപ്പൊ കാർഷിക ആവശ്യങ്ങൾക്കും മറ്റു വായ്പകൾക്കും വേണ്ടിയിട്ടുള്ള ബോണ്ടുകൾ, ഉടമ്പടികൾ എന്നിവയുമായി അതുമായി ബന്ധപ്പെട്ട രേഖകൾ ബന്ധപ്പെട്ട വകുപ്പ് മേധാവിയോ ജില്ലാ കളക്ടറോ ജില്ലാ ട്രഷറി ഓഫീസറോ അല്ലെ ഗവൺമെന്റിനെ പ്രതിനിധീകരിക്കുന്ന മറ്റു ഓഫീസർമാരോ അത് കൈവശം സൂക്ഷിക്കേണ്ടതാണ്. ഇനി എല്ലാ ഓഫീസുകളിലും മൂല്യമുള്ള, അതായത് വാല്യുബിൾസ് ആയിട്ടുള്ള രേഖകളുടെ ഒരു രജിസ്റ്റർ സൂക്ഷിക്കേണ്ടതും അവയുടെ സ്വീകരിക്കലും നൽകലും, സ്വീകരിക്കലും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽസ് അതിൽ രേഖപ്പെടുത്തേണ്ടതുമാണ്. ഇനി നമ്മൾ അടുത്തത് പറയുന്നത് സർവീസ് ബുക്കുകളെ കുറിച്ചാണ്. സർവീസ് ചട്ടങ്ങൾ അനുസരിച്ച് എല്ലാ ഗവൺമെന്റ് ജീവനക്കാരുടെയും സർവീസ് രേഖകൾ സൂക്ഷിക്കേണ്ടതാണ്. ഗസറ്റഡ് ജീവനക്കാരുടെ സംഗതിയിൽ അക്കൗണ്ടന്റ് ജനറൽ ഹിസ്റ്ററി ഓഫ് സർവീസിലാണ് ഇത് സൂക്ഷിക്കുന്നത്. നോൺ ഗസറ്റഡ് ജീവനക്കാരുടെ സർവീസ് രേഖകൾ സർവീസ് ബുക്കിൽ ബന്ധപ്പെട്ട ഓഫീസ് മേധാവിയാണ് സൂക്ഷിക്കുന്നത്. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ, മിസ്സലേനിയസ് ആണ്, അപ്പൊ പരസ്പരം കണക്ഷൻ ഇല്ലാത്ത കുറെ കണ്ടന്റുകളാണ്. മറ്റൊന്ന് ഈ രജിസ്റ്റർ ഓഫ് ബുക്സ് ആൻഡ് പീരിയോഡിക്കൽസ്, ബുക്കുകളുടെയും മാസികകളുടെയും രജിസ്റ്ററിനെ പറ്റിയാണ്. ഇതിപ്പോ ഓരോ ഓഫീസിൽ ലഭിക്കുന്ന ബുക്കുകളും മാസികകളും ഫോറൻ നമ്പർ 19 രജിസ്റ്ററിന്റെ ആണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ആ രജിസ്റ്റർ ഓഫ് ബുക്സ് ആൻഡ് പീരിയോഡിക്കൽസിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് അത് ഫോറൻ നമ്പർ 19 ആണ്. ഇനി അടുത്തത് ഇറാസസ്, അതാ മായ്ക്കല്. അപ്പോൾ ഒരു ഗവൺമെന്റ് ജീവനക്കാരൻ യാതൊരു കാരണവശാലും ക്യാഷ് ബുക്കിലോ അക്കൗണ്ട് രജിസ്റ്ററിലോ ഷെഡ്യൂളിലോ മായ്ക്കലുകൾ നടത്തുകയോ എഴുതി വെക്കുകയോ എഴുതിയതിന്റെ പുറത്ത് വീണ്ടും എഴുതുകയോ ചെയ്യാൻ പാടില്ല. തിരുത്തലുകൾ എന്തെങ്കിലും വേണമെങ്കിൽ, അത്യാവശ്യമാണെങ്കിൽ ചുവന്ന മഷി കൊണ്ട് തെറ്റായി രേഖപ്പെടുത്തൽ ക്യാൻസൽ ചെയ്ത് കൃത്യമായ വിവരം പിന്നീട് രേഖപ്പെടുത്തേണ്ടതാണ്. ഇത്തരത്തിൽ രേഖകളിൽ വെട്ടി എഴുതുമ്പോൾ, ചുവപ്പ് മഷിയിൽ വെട്ടി ക്യാൻസൽ ചെയ്ത് തിരുത്തി ശരിയായിട്ട് എഴുതുന്ന സമയത്ത് അതിൽ ഓഫീസ് മേധാവിയെ കൊണ്ട് തീയതി രേഖപ്പെടുത്തി ഒപ്പുവെച്ച് സാക്ഷ്യപ്പെടുത്തണം. ഡേറ്റഡ് സിഗ്നേച്ചർ ഇട്ട് ഓഫീസ് മേധാവി സാക്ഷ്യപ്പെടുത്തണം. ഇനി അടുത്ത് പറയാനുള്ളത് ഈ സപ്ലൈ ഓഫ് ഫോംസ് ആണ്, ഫോറങ്ങളുടെ വിതരണം. ഇപ്പൊ ഗവൺമെന്റിന്റെ വിവിധ വകുപ്പുകൾക്ക് ആവശ്യമുള്ള ഫോറങ്ങൾ നൽകുന്നത് പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ശരിക്കും പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, തിരുവനന്തപുരത്തുള്ള പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് അത് നൽകുന്നത്. അപ്പൊ ഗവൺമെന്റ് പ്രസ്സുകളുടെ സൂപ്രണ്ടിന് തിരുവനന്തപുരം ഇന്റന്റ് നൽകിക്കൊണ്ട് ആവശ്യമുള്ള ഫോറങ്ങൾ അതാരാ വാങ്ങുന്നത്? നമ്മൾ നേരിട്ടല്ല ചെന്നല്ല വാങ്ങുന്നത്, അത് ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ്, വകുപ്പ് മേധാവിയാണ് വാങ്ങുന്നത്. ഇനി പറയുന്നത് നമ്മളെ അക്കൗണ്ടുകളുമായിട്ട് ബന്ധപ്പെട്ട ഔദ്യോഗിക രേഖകൾ നശിപ്പിക്കലാണ്. ഇപ്പൊ ഡിസ്ട്രക്ഷൻ ഓഫ് ഒഫീഷ്യൽ റെക്കോർഡ്സ് കണക്റ്റഡ് വിത്ത് അക്കൗണ്ട്സ്. ഇനി നശിപ്പിക്കാൻ പാടില്ലാത്ത രേഖകളെ പറ്റിയും പറയുന്നുണ്ട്. ചെലവുകളുമായിട്ട് ബന്ധപ്പെട്ടതും നിയമപ്രകാരമുള്ള കാലപരിധി കഴിയാത്തതുമായ രേഖകൾ നശിപ്പിക്കാൻ പാടില്ല. പൂർത്തീകരിക്കാത്ത പ്രൊജക്റ്റുകളുടെയും സ്കീമുകളുടെയും ചെലവുകളുമായി ബന്ധപ്പെട്ടവ നശിപ്പിക്കാൻ പാടില്ല. കാലപരിധിക്കുള്ളിൽ അല്ലെങ്കിൽ നശിപ്പിക്കാൻ പാടില്ല.
സർവീസിലുള്ള ഗവൺമെന്റ് ജീവനക്കാരുടെ സർവീസ് ക്ലെയിമുകളുടെയും വ്യക്തിഗത കാര്യങ്ങളുടെയും ബന്ധപ്പെട്ട രേഖകൾ നശിപ്പിക്കാൻ പാടില്ല. സ്ഥിര സ്വഭാവമുള്ള ഉത്തരവുകളും അനുമതികളും അത് നശിപ്പിക്കാൻ പാടില്ല. ക്യാഷ് ബുക്ക്, ക്ലാസിഫൈഡ് ലെഡ്ജർ, ഫർണിച്ചറുകളുടെ സ്റ്റോക്ക് രജിസ്റ്റർ തുടങ്ങിയവയും ട്രഷറി റെമിറ്റൻസ് ബുക്കുകളും നശിപ്പിക്കരുത് എന്നാണ് പറയുന്നത്. പിന്നെ ജുഡീഷ്യൽ ഡെപ്പോസിറ്റുകളുടെ ലാപ്സായ ലിസ്റ്റുകളും നശിപ്പിക്കാൻ പാടില്ല. ഇനി താഴെ പറയുന്ന രേഖകൾക്ക് അവയ്ക്ക് നേരെ നൽകിയിരിക്കുന്ന കാലാവധി വരെ സൂക്ഷിക്കേണ്ടതാണ്. ഇത് നമ്മൾ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ സർവീസ് ബുക്കുകളോ സർവീസ് റോളുകളോ വെച്ചു പോരാത്ത ഗവൺമെന്റ് ജീവനക്കാരുടെ ശമ്പളവും വേതനവും പ്രത്യേകം അക്വിറ്റൻസും വെച്ചു പോരുന്ന സ്ഥലങ്ങളിൽ അത് 35 വർഷം സൂക്ഷിക്കണമെന്നാണ് പറയും. 35 വർഷത്തിന് ശേഷം മാത്രമേ നശിപ്പിക്കാവുന്ന. അത് സർവീസ് ബുക്കുകളും സർവീസ് റോളുകളും വച്ചു പോരാത്ത ഗവൺമെന്റ് ജീവനക്കാരുടെ ശമ്പളവും വേതനങ്ങളും രേഖപ്പെടുത്തിയുള്ള ശമ്പള ബില്ലും അത് കാര്യമില്ല. കാരണം ഇപ്പോഴത്തെ ബില്ലുകൾ എന്നൊക്കെ പറയുന്നത് സ്പാർക്ക് ബില്ലുകളിലേക്ക് മാറിയിട്ടുണ്ട്. എന്നാലും സ്പാർക്കിലല്ലാതെ ശമ്പളം കൊടുക്കുന്ന സ്ഥാപനങ്ങളും നമുക്ക് നിലവിലുണ്ട്. ഇനി സർവീസ് ബുക്കും സർവീസ് റോളുകളും വെച്ചു പോരുന്ന അതായത് കീപ്പ് ചെയ്യുന്ന ഗവൺമെന്റ് ജീവനക്കാരുടെ ശമ്പളവും വേതനങ്ങളും വേതനപ്പെടുത്തിയിട്ടുള്ള ആ ശമ്പള ബില്ലുകളുടെ പേ ബില്ല് ഒസിയും അക്വിറ്റൻസ് റോളുകളും ഒക്കെ തന്നെ 35 വർഷം അതും സൂക്ഷിക്കേണ്ടതാണ്. ശരി, ഇതിൽ പറയുന്നത് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരുടെ പേ ബില്ലുകളും അക്വിറ്റൻസ് റോളുകളും 45 വർഷം സൂക്ഷിക്കണമെന്നാണ്. അടുത്തത് പ്രധാനപ്പെട്ടത് കണ്ടിൻജന്റ് രജിസ്റ്ററുടെ ചെലവുകളുടെ രജിസ്റ്റർ 5 വർഷമാണ്. കണ്ടിൻജന്റ് ചെലവുകളുടെ രജിസ്റ്റർ 5 വർഷം. കണ്ടിൻജന്റ് ബില്ലുകൾ 5 വർഷം. ഒരു ഓഫീസിലെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റിന്റെ വിശദാംശങ്ങൾ 5 വർഷം. TA ബില്ലുകളും അതുമായി ബന്ധപ്പെട്ട അക്വിറ്റൻസ് റോളും 3 വർഷം. ഇൻവാലിഡ് അല്ലെങ്കിൽ കോമ്പൻസേഷൻ പെൻഷൻ അനുവദിച്ചിട്ടുള്ള കേസുകളിൽ അതിന്റെ സർവീസ് ബുക്കും അതുമായിട്ടുള്ള ലീവ് അക്കൗണ്ടും ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് 35 വർഷമാണ്. 25 വർഷമാണ്. അല്ലെങ്കിൽ പെൻഷനർ മരണമടഞ്ഞ് 3 വർഷം വരെയുള്ള കാലത്ത് സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി റെസീറ്റ് ബുക്കുകളുടെയും ഉപയോഗിച്ച ചെക്ക് ബുക്കുകളുടെയും കൗണ്ടർ ഫോയിൽ 6 വർഷം. ട്രഷറി ചെല്ലാൻ 6 വർഷം. സർവീസ് സ്റ്റാമ്പ് അക്കൗണ്ട് 3 വർഷം. പേഴ്സണൽ അഡ്വാൻസുകളുടെയും മറ്റ് അഡ്വാൻസുകളുടെയും രജിസ്റ്റർ 10 വർഷം. ഓഡിറ്റ് ഓഫീസിലേക്ക് അയച്ചിട്ടില്ലാത്ത സബ് വൗച്ചറുകൾ 5 വർഷം. റിക്കവറി രജിസ്റ്റർ 40 വർഷം സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഈ സൂക്ഷിക്കുന്ന കാലഘട്ടം, പിന്നെ ഡെപ്പോസിറ്റ് തിരിച്ചു നൽകുന്ന കോർട്ട് വാറന്റുകളുടെ കൗണ്ടർ ഫോയിൽഡ് അത് 5 വർഷമാണ്. സെക്യൂരിറ്റി രജിസ്റ്ററുകൾ 40 വർഷം. അപ്പൊ ഇതിൽ ഏതെങ്കിലുമൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഈ ഓരോന്നിൻ്റെ പീരീഡ് നമ്മൾ 2-3 തവണ കേട്ട് അല്ലെ വായിച്ച് നോക്കുമ്പോൾ അത് ക്ലിയർ ആവും. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇത്തരം ഭാഗത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കാം. അതും കൂടി നിങ്ങൾക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അതിൽ നിന്ന് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഈ സൂക്ഷിക്കുന്ന രജിസ്റ്റർ എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് രജിസ്റ്റേഴ്സ് ഉണ്ടെങ്കിലും ചില രജിസ്റ്റേഴ്സൊക്കെ കാലങ്ങൾ മുമ്പോട്ട് പോകുന്തോറും അതിന് പ്രാധാന്യം ഇല്ലാതെ വരും. അപ്പൊ ഈ കാലഘട്ടത്തിൽ പ്രാധാന്യമുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിന് ശേഷം ഡിസ്കസ് ചെയ്യാം. ഇനി മറ്റൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പെൻഷനർ മരണപ്പെട്ടാൽ ശരിക്കും അത് ഈ മുനിസിപ്പൽ കൗൺസിലിലെയോ സിറ്റി കോമ്പൻസേഷനിലോ അധികാരികളോ വില്ലേജ് ഓഫീസറോ തങ്ങളുടെ അധികാരാതിർത്തിയിൽ താമസിക്കുകയും സിവിലോ മിലിറ്ററിയോ പൊളിറ്റിക്കലോ ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പെൻഷൻ, ഗവൺമെന്റ് പെൻഷൻ സ്വീകരിക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും വ്യക്തി മരണപ്പെട്ടാലേ ആ വിവരം പെൻഷൻ വിതരണ ഉദ്യോഗസ്ഥനെ അറിയിക്കണമെന്നാണ് വ്യവസ്ഥ. അപ്പോൾ ഈ പെൻഷൻ വിതരണം അത് അറിയിക്കണമെങ്കിൽ പെൻഷൻ വിതരണ ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യും? മേൽപ്പറഞ്ഞ അധികാരികളുടെ പരിധിക്കുള്ളിൽ താമസിക്കുന്ന പെൻഷനർമാരുടെ ലിസ്റ്റ് അവർക്ക് നേരത്തെ നൽകും. ഈ കോർപ്പറേഷൻ, മുനിസിപ്പൽ, പഞ്ചായത്ത് അധികാരികൾ, വില്ലേജ് ഓഫീസർക്കൊക്കെ ഈ ലിസ്റ്റ് അവരവരുടെ പരിധിക്ക് ഉള്ളിൽ താമസിക്കുന്ന വ്യക്തികളുടെ പെൻഷനർമാരുടെ ലിസ്റ്റ്
ഇവർക്ക് നൽകും. അതുകൊണ്ട് അവർ മരണപ്പെട്ടാൽ അവർ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് കണക്ക്. പക്ഷെ ഇന്നത്തെ കാലത്ത് അത്തരത്തിലുള്ള ഒരു സമീപനമൊന്നും എവിടെയും കാണുന്നില്ല. ഡെത്ത് നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെത്ത് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തയാള് പെൻഷനർ മരണപ്പെട്ടതെങ്കിൽ ഫാമിലി പെൻഷന് വേണ്ടി റിക്വസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഡെത്ത് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഒരു സിവിൽ പെൻഷനർ മരണപ്പെട്ടതായിട്ട് അറിവ് ലഭിച്ചാൽ ആ വിവരം പെൻഷൻ വിതരണ ഉദ്യോഗസ്ഥൻ അടിയന്തരമായി അക്കൗണ്ടന്റ് ജനറലിനെ അറിയിക്കേണ്ടതാണ്. അപ്പൊ അതും നമ്മൾ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ കേരള ഫിനാൻഷ്യൽ കോഡിൽ പറയുന്നത്. ഞാൻ ചില ഭാഗങ്ങളൊക്കെ വളരെ ഓടിച്ചു പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഓടിച്ചു പോയ ഭാഗങ്ങളൊക്കെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്യും. ആ സമയത്ത് നമുക്ക് വളരെ കറക്റ്റായിട്ട് അത് മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് കേട്ടുപോയാൽ മതി. അപ്പോൾ KFCയിൽ ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ഒരു രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ കൂടി തൽക്കാലം പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് ബഡ്ജറ്റ് മാനുവൽ ഡിസ്കസ് ചെയ്യും. അതിനും ശേഷം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഏതെങ്കിലും കണ്ടിട്ട് നിങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, ഈ നമ്മൾ KFC ആയാലും ഇപ്പം 5 പേപ്പറാണ്, ഞാൻ 5ാമത്തെ പേപ്പറാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പേപ്പറുകളെല്ലാം തന്നെ നിങ്ങൾ ഏതെങ്കിലും ഡൗട്ട്, ഇപ്പോൾ MOP ഉണ്ട്, KER ഉണ്ട്, KSR ഉണ്ട്, KTC ഉണ്ട്, ഇത് KFC. അപ്പോൾ 5ാമത്തെ പേപ്പറാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഏത് ഇതിലായാലും അതിൻ്റെ കണ്ടന്റിൽ ഏതെങ്കിലും ഒരു സംശയം അല്ലെങ്കിൽ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് നമുക്ക് ഞാൻ ചെയ്യുന്നതായിരിക്കും. അത് നേരിട്ട് സംസാരിക്കൂല, ഇതിൻ്റെ അടുത്ത എപ്പിസോഡായിട്ട് ചെയ്യാം. അതിനും കുഴപ്പമില്ല. എപ്പിസോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആവശ്യപ്പെടുന്ന കണ്ടന്റ് വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഇതെല്ലാം പ്ലേലിസ്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്ലേലിസ്റ്റിലെ ഒരു വീഡിയോ എടുത്താൽ, ഇപ്പോൾ പിന്നെ KFCയിലെ 32ാമത്തെ വീഡിയോ നമ്മൾ എടുത്താൽ 1 മുതൽ 32 വരെയുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ കേൾക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള എംപ്ലോയീസിനൊക്കെ ഈ ക്ലാസ്സുകളിൽ അയച്ചു കൊടുക്കണമെന്ന ഒരു അഭ്യർത്ഥനയോടെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.